ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഇന്ന് എണീറ്റപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ലിഫ്റ്റിൽ ഇറങ്ങി നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ്. കാരണം കമ്പനി വണ്ടി മിസ്സായി നമുക്ക് വേറെ വണ്ടിയില്ല, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകേണ്ടി വരുവേ. നേരെ സ്റ്റോപ്പ് എത്തിയപ്പോൾ തന്നെ പാട്ടും കേട്ട് നിൽക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസത്തെക്കാളും ചൂടും ഹ്യൂമിഡിറ്റിയും കുറച്ച് കുറവുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്ന് നേരെ വണ്ടിക്കകത്ത് കയറി. അങ്ങനെ രാവിലെ കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ പാൻട്രിയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നേ. ഉപ്പുമാവും കഴിച്ചു, ചായയും കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഡ്യൂട്ടി തുടങ്ങി. ഇനി വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ബ്രേക്ക് കിട്ടുന്ന 1 മണിക്കാണ് കേട്ടോ. അങ്ങനെ 1 മണി ആയിട്ടുണ്ട്. 1 മണിയാകുമ്പോഴേക്കും നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. ഇന്ന് ലഞ്ചിന് വേണ്ടി ചോറും ക്യാബേജ് തോരനും മീൻ കറിയാണ് ഉള്ളത്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ആ ലഞ്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നൊരു ആപ്പിളുണ്ടായിരുന്നു. ആപ്പിളും കഴിച്ചു, ഒരു കട്ടൻ ചായയും കുടിച്ചു. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. 5 മണിയായി. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് 2 പഴംപൊരിയും വാങ്ങിയിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ മുടിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. നേരെ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് AC ഓണാക്കുവാണ്. AC ഓണാക്കി നേരെ റൂമിലേക്ക് പോകുമായിരുന്നേ. അങ്ങനെ ഇതാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ച. ഒരു വണ്ടി ടയറൊക്കെ പൊട്ടി വഴി കിടപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രാവലിംഗ് കഴിഞ്ഞിട്ട് 6 മണിയായപ്പോഴേക്കും കറക്റ്റ് റൂമിലേക്ക് വന്നത്. റൂമിൽ വന്ന് ആദ്യം കാണുന്നത് ഈ ചിരിയാണ്. വേദു ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ സ്ട്രെസ് എല്ലാം പോകും, നമ്മുടെ അന്നത്തെ ടെൻഷൻ എല്ലാം മാറും കേട്ടോ. ആദ്യം കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്നിട്ട് നേരെ ഫ്രഷ് ആയിട്ട് വന്നേ. ഇനി അവളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം. പുറത്തൊക്കെ ചൂടായതുകൊണ്ട് ആളെയും കൊണ്ട് കുറേ നേരം പുറത്ത് പോകാറില്ല. ഒരു അരമണിക്കൂറൊക്കെ പോയിട്ടാണ് തിരിച്ച് വരുന്നത്. ഇന്ന് പോയപ്പോഴേക്കും ആൾക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു കേട്ടോ. അങ്ങനെ വേദനയും കൊണ്ട് നേരെ റൂമിലേക്ക് വന്ന് പിന്നെ ജിമ്മിൽ പോകുന്ന ടൈമായി. നേരെ ജിമ്മിൽ പോകാൻ ഇറങ്ങുവാണ്. കയ്യിലൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ആപ്പിളും കഴിച്ചുകൊണ്ടാണ് ജിമ്മിലേക്ക് പോകുന്നത്. ജസ്റ്റ് 5 മിനിറ്റ് നടക്കാൻ ജിമ്മിലേക്കുള്ള. ജിമ്മിൽ ചെന്നിട്ട് നേരെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. കാർഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു അരമണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ വർക്കൗട്ട് ഫിനിഷ് ആക്കി റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാങ്ങിയൊരു മിഠായിയാണിത്. ഇതിപ്പോൾ UAE എവിടെ നോക്കിയാലും അവൈലബിൾ ആണ്. അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ്. അകത്ത് ഫുള്ള് പിസ്താച്ചിയൊക്കെയാണ്. ഇനി ഡിന്നറിനുള്ള ടൈം ആയിട്ടുണ്ട്. ഡിന്നറിനോട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഓംലെറ്റ് ആണ്. വേദു കിടന്ന് ഉറങ്ങുവാണ്. അവൾ എണീക്കുന്ന മുമ്പ് ഞങ്ങൾക്ക് ഡിന്നർ കഴിച്ച് തീർക്കണം. ഡിന്നറിന് എടുത്തിരിക്കുന്ന 2 ബ്രെഡ്, ഓംലെറ്റ്, കുക്കുംബർ, പിന്നെ മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഡിന്നർ ഇതാണ് കഴിച്ചത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദു എണീറ്റു. ഇനി എപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഗുഡ് നൈറ്റ്.